ശാസ്ത്രം പറയുന്നു ഭൂമി ഉരുണ്ടിട്ടാണെന്ന്. ഇസ്ലാം പറയുന്നു ഭൂമി പരന്നിട്ടാണെന്ന്. നാസ്തികരും ഇസ്ലാമിനെ കൃത്യമായി മനസ്സിലാക്കാത്തവരും കാലങ്ങളോളമായി ഉന്നയിക്കുന്നൊരു വിമർശനമാണിത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക വീക്ഷണം എന്താണ്? മോഡേൺ സാറ്റലൈറ്റുകളും ടെക്നോളജികളൊക്കെ കടന്നു വരുന്നതിനു മുന്നേ ഈവൻ യൂറോപ്പുകാർ വരെ ഭൂമി പരന്നതാണെന്ന് വിശ്വസിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ ഭൂമിയുടെ ചുറ്റളവ് കൃത്യമായി അളന്ന മുസ്ലിങ്ങളുടെ ചരിത്രം കേട്ടാൽ ഈ വാദഗതികളൊക്കെ അപ്പാടെ പൊളി. വിമർശകർ എപ്പോഴും എടുത്തു കാണിക്കുന്നൊരു ഖുർആനിക വചനമുണ്ട്, വൽ അർള ബഅദ ദാലിക ദഹാഹ. ഇവിടെ ദഹാഹ എന്നതിൻ്റെ അർത്ഥം ഭൂമിയെ പരത്തി എന്നാണെന്നും ഖുർആന് അബദ്ധം പറ്റിയെന്നുമാണ് ഇവരുടെ വാദം. ദഹാഹ എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം ഒരു പ്രതലത്തെ ജീവജാലങ്ങൾക്ക് താമസ സജ്ജമാക്കിയെന്നാണ്. ഗോളത്തെ മനുഷ്യർക്ക് ജീവിക്കാൻ പാകത്തിൽ വിസ്തൃതമാക്കിയെന്ന് പറയുന്നത് എങ്ങനെയാണ് ഗോളാകൃതിക്ക് എതിരാകുന്നത്? ഇനി ഖുർആനിലെ 39-ാം അധ്യായമായ സൂറത്തു സുമറിലെ 5-ാമത്തെ വചനമുണ്ട്, യുക്കവ്വിറുൻ നഹാർ അലല്ലേലി, രാവും പകലും പരസ്പരം ചുറ്റിപ്പൊതിയുന്നു. ഇവിടെ ഉപയോഗിച്ച പദം യുക്കവ്വിറു എന്നാണ്. അറബി ഭാഷയിൽ ഈ പദം തലപ്പാവ് ചുറ്റിക്കെട്ടുന്നതിനാണ് ഉപയോഗിക്കാറുള്ളത്. ഈ ഗോളാകൃതിയിലായതുകൊണ്ടാണ് രാവും പകലും ഒരു തലപ്പാവ് പോലെ പരസ്പരം ചുറ്റിപ്പൊതിയുന്നത്. ഒന്നും ഇന്നത്തെ സയൻസ് കണ്ട് മുസ്ലിങ്ങൾ മാറ്റി പറയുന്നതല്ല. 11-12 നൂറ്റാണ്ടുകളിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുന്നു, ഭൂമി ഗോളാകൃതിയിലാണെന്നതിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു എതിരഭിപ്രായമില്ലെന്ന്. ഭൂമി ഗോളാകൃതിയിലാണെന്നത് ഗണിതശാസ്ത്രപരമായി തെളിഞ്ഞതാണെന്നും അത് മതത്തിനെതിരാണെന്ന് വാദിക്കുന്നവർ മതത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇമാം ഗസാലി തഹാഫത്തുൽ ഫലാസിഫ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നു. കൂടാതെ ഇമാമുൽ ജുവൈനി പറയുന്നുണ്ട്, ഭൂമിക്ക് ഒരു തണ്ണീർമത്തൻ്റെ ആകൃതിയാണ്. ഇവിടെയാണ് വിമർശകർ ഉന്നയിക്കുന്ന മറ്റൊരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ 15-ാം നൂറ്റാണ്ടിൽ വന്ന ജലാലൈന് പോലുള്ള വ്യാകരണ ഗ്രന്ഥങ്ങളിൽ ഭൂമി പരന്നതാണെന്ന് എന്തുകൊണ്ട് എഴുതി വെച്ചു?